ഇവൾക്ക് ഒരേ നിർബന്ധം അമ്മയെ കാണണമെന്ന്. വല്ലാതെ കരഞ്ഞപ്പോ അച്ഛനാ പറഞ്ഞേ ഇവിടെ കൊണ്ടാക്കാൻ. അല്ല, മോളെന്തേ കിടന്നോ? കിടന്നു. ഉറങ്ങിയിട്ടുണ്ടാവും. ഉറങ്ങട്ടെ, എനിക്ക് പോയിട്ട് അല്പം ധൃതിയുണ്ട്. അല്ല മോനെ, ഇത്രയും പെട്ടെന്ന്? എന്തായാലും വന്നതല്ലേ വിഷ്ണുവേട്ടാ, ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് പോ. ശാരദാമ്മ, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നുണ്ട്. മോള അടുക്കളയിലേക്ക് ചെല്ല്. വെള്ളം ദേ മേശപ്പുറത്ത് എടുത്തു വെച്ചിട്ടുണ്ടേ. ശാരദാമ്മ ഇപ്പൊ അങ്ങോട്ട് വരാം. ചെല്. ശ്യാമയെ ഒരുവിധം സമാധാനിപ്പിച്ചത്. അവളുടെ മനസ്സ് ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. മോനെ, രോഹിത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ. അവന്റെ ഇപ്പോഴത്തെ കൂട്ടുകെട്ടാ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. ജീവിതം എങ്ങനെ നശിപ്പിക്കണമെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. ഇനിയിപ്പം മനസ്സിലാക്കി വരുമ്പോഴേക്കും ജീവിതം നഷ്ടപ്പെടും. പക്ഷെ നമ്മൾ പറയുന്നൊന്നും രോഹിത്തിന് മനസ്സിലാവുന്നില്ലല്ലോ. ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം. അല്ല, ഇപ്പം എന്താ പറയാ? എനിക്ക് നിങ്ങൾ രണ്ടുപേരോടും പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ഇപ്പൊ പരസ്പരം കാര്യങ്ങൾ പറഞ്ഞ് എല്ലാ തെറ്റിദ്ധാരണകളും മാറി നിങ്ങൾ ഒന്നിച്ചു. കുട്ടികൾ ഇപ്പതേ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. ഇനിയെങ്കിലും ഒരു കുടുംബമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് എത്തിക്കൂടെ? എത്ര നാളിങ്ങനെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി ഇങ്ങനെ മാറി നിന്ന് ജീവിതം കഴിച്ചുകൂട്ടും? അല്ലെങ്കിൽ തന്നെ ഇതെന്ത് ജീവിതമാ? ഇതിനൊരു അവസാനം വേണ്ടേ മക്കളെ? ദേ, ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞാലും നിങ്ങൾ ഇങ്ങനെ അകന്നിരിക്കാൻ പാടില്ല. ജീവിതം ഒന്നേ ഉള്ളൂ മക്കളെ. അത് സർവേശ്വരൻ കനിഞ്ഞു നൽകിയ വരദാനമാ. അത് വെറുതെ നശിപ്പിച്ച് കളയരുത്. ഇന്ന് തന്നെ ഇതിലൊരു തീരുമാനത്തിൽ എത്തിയേ പറ്റൂ. പറഞ്ഞില്ലെന്ന് വേണ്ട. വിഷ്ണു അത് കഴിഞ്ഞ് ഇവിടുന്ന് പോയാ മതി. ശാരദാമ്മ എന്ന് വരുമോ? ആ, ദേ വരുന്നു മോളെ. നിങ്ങൾ തീരുമാനിക്ക്. നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. വിഷ്ണുവേട്ടാ, ഇത് അമ്മ പറഞ്ഞത് കേട്ടല്ലോ. വിഷ്ണുവേട്ടാ, എന്താ വിഷ്ണുവേട്ടന്റെ തീരുമാനം? തനിക്ക് അറിഞ്ഞൂടെ? ഞാൻ വല്ലാത്തൊരവസ്ഥയിലാ. എന്റെ വീടും വീട്ടുകാരൊക്കെ കടന്നു പോകുന്നേ. എന്തു ചെയ്യണം, എങ്ങനെ ഈ വന്നിരിക്കുന്ന പ്രതിസന്ധി തരണം ചെയ്യണം, ഒന്നും അറിയില്ല. ഈ സമയത്ത് ഇങ്ങനെ മനസ്സ് തകർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ തമ്മിൽ ഒന്നായി എന്നുള്ളൊരു വാക്ക് അമ്മയുടെ കാതിലെത്തിയ അമ്മയ്ക്ക് എന്താ സംഭവിക്കാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ.